Hello dears, come let's have a stroll with Sai and Sheshu. ഇത് ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ആഞ്ജനേയ നഗർ പാർക്കിലാണ്. ഇത് GHMC ക്രിയേറ്റ് ചെയ്ത പാർക്കാണ്. ഇതിനകത്ത് കുറേ റൈഡ്സ്, ജിമ്മ്, താഴെ കുറേ പാറകളും ഒക്കെ ഉണ്ട്. നമുക്കിവിടെ കണ്ടിട്ട് വരാം. ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പാർക്കിൽ വരാറുണ്ട്. നമുക്ക് കുറച്ച് നേരം കളിച്ചിട്ട് താഴേക്ക് പോവാം. എൻ്റെ ചേട്ടനാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. എൻ്റെ അച്ഛൻ ഞാനാണെങ്കിൽ ബോള് ഓടിപ്പിടിക്കും. ചേട്ടൻ 6 അടിക്കുമ്പോൾ ഞാനും അച്ഛനും കൂടെ ബോൾ എടുക്കാൻ പോകും. എന്നിട്ട് വീണ്ടും അച്ഛൻ സായിക്കൊരു ബോൾ എറിയും. ഇവിടെ കുറേ പാറകളുണ്ട്. ഇവിടെ വലിയ so fun. You didn't know I have a Malayali friend in the park. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അതുകൊണ്ടാണ് ഈ പാർക്കിൽ ഒത്തിരി ആൾക്കാരില്ലാത്തത്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ വരും. അപ്പോഴത്തേക്ക് നടക്കുന്നവരും കുറേ പിള്ളേരും കാരണം ഇവിടെ സ്പേസ് ഒത്തിരി കാണത്തില്ല. ചിലപ്പം ഞങ്ങൾക്ക് കളിക്കാൻ കുറച്ച് ഫ്രണ്ട്സ് കിട്ടുമായിരിക്കും. ഈ ഗേറ്റിന്റെ മുമ്പിൽ ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ടോ? അവിടെയാണ് എൻ്റെ മലയാളി ഫ്രണ്ട് താമസിക്കുന്നത്. ഇവിടെ ഈ പാർക്കിൽ മാത്രമാണ് നമുക്ക് മണ്ണ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ നോർമലായിട്ട് അപ്പാർട്ട്മെന്റുകളിൽ വീടുകളിലെല്ലാം ഇന്റർലോക്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ മണ്ണ് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലയോ ഞങ്ങൾ രണ്ടുപേരും ഒരു പാറയെ ചാരി നിൽക്കുന്നത്? ഇതുപോലത്തെ പാറ ചെറുതും വലുതും ഈ പാർക്കിലുണ്ട്. ഈ പാറ ഞാൻ വലിഞ്ഞേറിയാൻ മറിഞ്ഞു വീണിട്ടുമുണ്ട്. ഇനി നമ്മൾ കളി നിർത്തിയിട്ട് പാർക്കിന്റെ നോർമൽ വേറെ പാർട്ടിലേക്ക് പോവാണ്. കം ലെറ്റ്സ് ഹാവ് എ സ്ട്രോൾ. നമുക്ക് താരത്തെ ജിമ്മ്, താരത്തെ പ്ലേ ഏരിയ, പിന്നെ മുകളത്തെ പാറയാക്കി ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. ഇതുപോലത്തെ പാർക്ക് സൊസൈറ്റിയിൽ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ സ്ഥലമുള്ള ഒരു പാർക്കാണ്. ഈ മരം നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ? പാറയുടെ ഇടയ്ക്ക് ഇതിന്റെ വേരുകളും ഉണ്ട്. ശേഷം ഇവിടെ ഓടി നടന്ന് ആൾക്കാരോട് എല്ലാവരും സംസാരിക്കുന്നു. ഇനി നമ്മൾ താഴെയുള്ള പാർക്കിലേക്ക് പോവാണ്. താഴെയാണെങ്കിൽ കുറെ പാറകളുണ്ട്, പലതരത്തിലുള്ള മരങ്ങളുണ്ട്, ആൾക്കാർക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ട്, എക്സെട്ര. ഇവിടെ കുറെ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു പാറ കയറാൻ, അഡ്വഞ്ചർ ആയിട്ട് കയറാൻ. വാ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കണ്ടില്ലയോ അവിടെ ഒരു ഡോംബ് പോലെ ഒരു ചെടി നിപ്പുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇവിടെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഞങ്ങൾ ഈ പാർക്കിനെ കോൾ ചെയ്യുന്നത് റോക്ക് പാർക്ക് എന്നാണ്. ഈ പാർക്ക് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. We will come to this park in our free time. Our grandma also bring us in the morning to this park. While our grandma is walking in the park, we will play in the play area down. നോക്കിക്കേ, ഇവിടെ എത്ര പാറ, ഒന്ന് വലിഞ്ഞേറാം. So it's time to climb the rocks. ഇതാണ് ഈ പാർക്കിലെ ചെറിയ ചെറിയ പാറകൾ. അപ്പുറത്ത് ഈ പാർക്കിലെ ഏറ്റവും വലിയ പാറയുണ്ട്. നമുക്ക് ആ പാറയിലും കയറാം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറെ കുട്ടികൾ ഉണ്ടായിരുന്നു ഈ പാറയുടെ മുകളിൽ കയറാൻ. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കയറാൻ. നോക്കിക്കേ, ഈ പാറ ഒത്തിരി വലുതാണ്. ഞങ്ങൾ ഈ പാറയുടെ മുമ്പിൽ നിന്നപ്പോൾ ഈ പാറയുടെ അടുത്ത് നമ്മൾ ചെറുതാണ്. ദാണ്ടേ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്.
ചെയ്ത് ശേഷവും ട്രൈ ചെയ്യുവാണ്, ഞാനും ട്രൈ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും 2 സ്റ്റെപ്പ് നമ്മൾ നിരങ്ങി താഴെ വരും. അപ്പുറത്തൂടെ ഒരു സീക്രട്ട് എൻട്രൻസ് ഉണ്ട്, അതുവഴി ഞങ്ങൾ കയറാൻ പോവുക. എന്നാലും അപ്പുറത്ത് സീക്രട്ട് എൻട്രൻസ് ഉണ്ടായിരുന്നാലും ഈ പാറയുടെ ഈ പാർട്ടിൽ കൂടെ കയറാനാണ് എന്തെങ്കിലും ഒത്തിരി രസമുള്ളത്. അപ്പുറത്ത് മണ്ടയ്ക്ക് നിൽക്കുന്ന കുട്ടികളും ഞങ്ങളെ കയറാൻ സഹായിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗായ്സ്, ഞങ്ങൾ ഈ സീക്രട്ട് എൻട്രൻസിൽ കൂടെ കയറാമെന്ന് തീരുമാനിച്ചു. ചെറിയ ചെറിയ പാറകളിലാണെങ്കിൽ നമുക്ക് നേരെ ചവിട്ടി കയറാൻ പറ്റും. പക്ഷെ ഈ പാറയിലാണെങ്കിൽ ഒരു പിടി മുകളിൽ നിൽക്കുന്ന കുട്ടികൾ ഞങ്ങളെ പാറ കയറാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം അങ്ങനെ മുകളിൽ കയറി ചെന്നിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഈ ചെറുതാണെന്ന് തോന്നും. ശേഷം ആ പാറയുടെ മണ്ടയ്ക്ക് ഒന്ന് നിരങ്ങി ഇപ്പൊ താഴെ വരും. ദേ ഇവിടെ മറ്റു കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കേ, ഈ പാർക്കിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾ നിങ്ങൾക്ക് കാണുന്നില്ലേ? അവര് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ പാറയുടെ മുകളിൽ കയറാൻ ട്രൈ ചെയ്യുവാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ ഒരു കെമലിയോണിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. പാവം കെമലിയോൺ, അത് ഇവരെ പേടിച്ചിട്ട് ഒരു പാറയുടെ ഇടയ്ക്ക് നിന്ന് ഒളിച്ച്. പക്ഷെ ഇവരാണെങ്കിലോ അതിനെ ഒരു വടിയും വെച്ച് കുത്തി കുത്തി അതിനെ പുറത്തിറക്കാൻ ട്രൈ ചെയ്യുവാണ്. കെമലിയോണിനെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അവര് വീണ്ടും പാറയുടെ മുകളിൽ കയറുവാണ്. ഈ പാറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിനേക്കാളും വലിയ പാറകളും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പാറയുടെ മണ്ടയ്ക്ക് കയറുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ലിപ്പായാൽ നമ്മൾ തറ വീണ് നമുക്ക് ഇഞ്ചേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. സോ ഷുഡ് ബി വെരി കെയർഫുൾ. സോ ഞങ്ങൾ വലിയ പാറകളെല്ലാം വിട്ട് ഞങ്ങൾ ചെറിയ പാറയിലേക്ക് കളിക്കാൻ ചെന്നിട്ടുണ്ട്. ഇതുപോലത്തെ പാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാൻ സ്പേസ് കാണുമായിരുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ കുറേ പട്ടികളുണ്ട്. അത് കാരണം നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ ആയിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ മതിലൊക്കെ ജമ്പ് ചെയ്താണ് പട്ടിയൊക്കെ ഈ പാർക്കിലോട്ട് കയറുന്നത്. സോ ഇറ്റ്സ് പ്ലേ ടൈം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ പാർക്ക് ഉണ്ടാകാറുണ്ടോ? അവിടെ ഇതുപോലെ റോക്സ് ഉണ്ടോ? നിങ്ങൾ അവിടുത്തെ റോക്സിൽ ക്ലൈംബ് ചെയ്യാറുണ്ടോ? ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. Come on, നമുക്കിനി പ്ലേ ഏരിയയിലേക്ക് പോകാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ സ്ട്രോൾ വിത്ത് സായി ആൻഡ് ശേഷു. അപ്പോൾ പ്ലേ ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനലിൻ്റെ പേര് മറക്കല്ലേ, സ്ട്രോൾ വിത്ത് സായി ആൻഡ് ശേഷു. ഓക്കെ ഗൈസ്, ടാറ്റാ. സോ ഇതാണ് ഇവിടുത്തെ പ്ലേ ഏരിയ. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി സ്ലൈഡ്സ് ഉണ്ട്, സ്വിങ്സ് ഉണ്ട്, പിന്നെ പേരൻസിന് വേണ്ടി ജിം ഉണ്ട്. കണ്ടില്ലേ ശേഷു സ്വിങ്ങിൽ ആടുന്നത്? സോ ബൈ. So this is Stroll with Sai and Sheshu. Bye.